ഒരു സക്സസ്ഫുൾ ആയൊരു വ്യക്തിയുടെ വിജയത്തിൻ്റെ പിന്നിൽ എത്ര കണ്ണീരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ വിജയത്തെ മാത്രം കാണുന്നു, പക്ഷേ ആ വിജയത്തിലേക്ക് എത്താൻ അയാൾ നടന്ന പരാജയത്തിൻ്റെ വഴികൾ നമ്മൾ കാണുന്നില്ല. ഓർക്കുക, ഓരോ വിജയഗാഥയിലും പരാജയങ്ങളുടെ ഒരു കഥയുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ പരാജയം തന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കം. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പരാജയത്തെ അവർ എങ്ങനെ കാണുന്നു എന്നതാണ്. ഒരു സാധാരണ മനുഷ്യൻ പരാജയപ്പെട്ടാൽ എന്തു പറയും? എനിക്ക് തീരെ ഭാഗ്യമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു വിജയി എന്ത് ചോദിക്കും? ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇതാണ് മാറ്റത്തിൻ്റെ തുടക്കം. തോമസ് എഡിസനെ നമ്മളൊന്ന് ഓർക്കൂ. ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ അനവധി പരാജയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ പരാജയങ്ങളായി മാത്രം കണ്ടിരുന്നെങ്കിൽ ലോകത്തിന് പല വലിയ കണ്ടുപിടുത്തങ്ങളും ലഭിക്കുമായിരുന്നില്ല. ഇതാണ് വിജയികളുടെ മനോഭാവം. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത ഒരു വഴി കൂടി കണ്ടെത്തി. എത്ര മനോഹരമായ ചിന്തയാണിത്! ശക്തമായ ഒരു ഉദാഹരണം കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സിൻ്റെതാണ്. ഇന്ന് KFC എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ അറിയുന്നൊരു പേര്. പക്ഷേ KFCയുടെ പിന്നിലെ മനുഷ്യൻ 20-ാം വയസ്സിൽ കോടീശ്വരനായിരുന്നില്ല, 30-ാം വയസ്സിലും 40-ാം വയസ്സിലുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ജോലികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല പരാജയങ്ങളും ഉണ്ടായിരുന്നു. പണം നഷ്ടപ്പെട്ടു, അവസരങ്ങൾ നഷ്ടപ്പെട്ടു, ബിസിനസ്സുകൾ തകർന്നു. ഒടുവിൽ 65-ാം വയസ്സിൽ തൻ്റെ പഴയ ബിസിനസ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പലരും ഇനി വിശ്രമിക്കേണ്ട സമയമാണ് എന്ന് കരുതുന്ന പ്രായത്തിൽ അദ്ദേഹം ഒരു പുതിയ തുടക്കം തീരുമാനിച്ചു. തൻ്റെ അമ്മ തയ്യാറാക്കിയിരുന്ന വറുത്ത കോഴിയുടെ പാചകവിധി അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഈ വിശേഷ ഭക്ഷ്യവിഭവം വിറ്റഴിക്കാനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. 1000-ഓളം പേരെ സമീപിച്ച ശേഷമാണ് ആദ്യത്തെ വിൽപ്പന നടത്താൻ കഴിഞ്ഞത്. 65-ാം വയസ്സിൽ കേണൽ സാൻഡേഴ്സിൻ്റെ സ്ഥിരോത്സാഹം എത്ര പ്രശംസനീയമാണ്! അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ പ്രായം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അവസാന തീയതിയല്ല. നിങ്ങൾക്ക് 25-ആണോ, 35-ആണോ, 45-ആണോ, 55-ആണോ, 65-ആണോ, 75-ആണോ, നിങ്ങൾ തുടങ്ങൂ. ഇപ്പോഴും വൈകിയിട്ടില്ല. കാരണം വിജയത്തിനൊരു പ്രായപരിധിയില്ല. പക്ഷേ ശ്രമം നിർത്തിയാൽ മാത്രമാണ് അവസാനം. ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ കുറവായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയഗാഥ എഴുതപ്പെടാനിരിക്കുന്നത് ഇപ്പോഴായിരിക്കാം. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പരാജയപ്പെട്ടോ, അത് നിങ്ങളുടെ അവസാനമല്ല. ഒരു ബന്ധത്തിൽ പരാജയപ്പെട്ടോ, അത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടോ, അത് നിങ്ങളുടെ കഴിവിൻ്റെ അവസാന വിധിയല്ല. ഒരു അവസരം നഷ്ടപ്പെട്ടോ, അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടഞ്ഞുവെന്നർത്ഥമല്ല. ചിലപ്പോൾ ഒരു വാതിൽ അടയുന്നത് മറ്റൊരു വാതിൽ തുറക്കാനാണ്. നമുക്കത് ആ ഒരു നിമിഷത്തിൽ കാണാൻ കഴിയില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അന്ന് സംഭവിച്ചത് എൻ്റെ നന്മയ്ക്കായിരുന്നു. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, പരാജയം ഒരു വിധിയല്ല, പരാജയം ഒരു ഫീഡ്ബാക്ക് മാത്രമാണ്. അതെന്താണ് നമ്മളോട് ചോദിക്കുന്നത്? എവിടെയാണ് തെറ്റിയത്? എന്താണ് മാറ്റേണ്ടത്? അടുത്ത തവണ എന്താണ് കൂടുതൽ നന്നായി ചെയ്യേണ്ടത്? ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ പഠിച്ചാൽ പരാജയം നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ അധ്യാപകനാകും. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു? ഒരുപക്ഷെ നിങ്ങൾ ഇന്നും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാകും. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വേറെ ആയിരുന്നേനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ആ പരാജയം തന്നെയാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയത്. ആ വേദന നിങ്ങളെ ശക്തനാക്കി. ആ ഒരു നിരാശ നിങ്ങളെ ഒന്നും കൂടി ഒരു പക്വതയുള്ളൊരു വ്യക്തിയാക്കി. ആ നഷ്ടം നിങ്ങളെ പുതിയൊരു വഴി കാണിച്ചു തന്നു. നിങ്ങളുടെ പഴയ പരാജയങ്ങളെ വെറുക്കരുത്, അവയ്ക്ക് നന്ദി പറയൂ. കാരണം നിങ്ങളുടെ ഇന്നത്തെ ശക്തിയുടെ പിന്നിൽ നിങ്ങളുടെ ഇന്നലെകളുടെ പോരാട്ടങ്ങൾ ഉണ്ടാകാം. സോ ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തും. പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം
ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കൂ. ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി തന്നെ മാറ്റും. ഓർക്കൂ, വിത്ത് മണ്ണിനിടയിൽ കിടക്കുമ്പോൾ അത് അവസാനിച്ചിട്ടില്ല. സ്വർണം തീയിൽ കത്തുമ്പോൾ അത് നശിക്കുന്നില്ല. പുഴു കൊക്കൂണിനുള്ളിൽ കഴിയുമ്പോൾ അത് തോറ്റിട്ടില്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനമായ കാലഘട്ടവും നിങ്ങളുടെ അവസാനമല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ വിജയത്തിന് മുമ്പുള്ള പരിശീലന കാലമായിരിക്കാം. അതുകൊണ്ട് വീണുപോയെങ്കിൽ എഴുന്നേൽക്കൂ, തോറ്റുപോയെങ്കിൽ പഠിക്കൂ, വീണ്ടും ശ്രമിക്കൂ. കാരണം വിജയത്തിലേക്ക് പോകുന്ന വഴികളിൽ പരാജയങ്ങൾ തടസ്സങ്ങളല്ല, അവ വഴികാട്ടികളാണ്. നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അധ്യായം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വിജയത്തിലേക്ക് പോരാടുന്ന ഒരാളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കാരണം ഒരു ചെറിയ വാക്കുപോലും ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായേക്കാം. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, കീപ് ലേണിംഗ്, കീപ് മൂവിങ്. യുവർ സക്സസ് സ്റ്റോറി ഈസ് still being written. Thank you.